തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഓഡിറ്റ് ചെയ്യപ്പെടണമെന്ന് ഹൈക്കോടതി. ദേവസ്വം ബോർഡിനല്ല ആരും പണം തരുന്നത്, ഭഗവാന്റെ പേരിലാണ്. ഭഗവാനോടെങ്കിലും കടപ്പാട് കാണിക്കണമെന്ന് ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അരുൺ കൊടുങ്ങൂർ കൊച്ചിയിൽ നിന്ന്. അരുൺ, തീർച്ചയായും കൃത്യമായ ഒരു നിലപാടാണ്. അത്ര ഗതികെട്ട രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനമാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വാക്ക് തന്നെ ഈ ഹൈക്കോടതി തന്നെ ഉന്നയിക്കേണ്ടി വന്നിരിക്കുന്നത്. എന്തായാലും ആരും ദേവസ്വം ബോർഡിനല്ല പണം നൽകുന്നത്, അങ്ങനെ ഭഗവാന് വേണ്ടി നൽകുന്ന പണമാണ്. ഭഗവാനോടെങ്കിലും ഈ ദേവസ്വം ബോർഡ് കടപ്പാട് കാണിക്കണം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും വന്നിരുന്നത്. അതായത് സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള ഒരു വലിയ രീതിയിലുള്ള തട്ടിപ്പ്, മാഫിയ വാഴുന്ന ഈ ദേവസ്വം എന്ന രീതിയിലേക്കുള്ള നമ്മുടെ ഒരു ക്യാമ്പയിൻ നടന്നു വരുന്ന സമയത്ത് കൂടിയാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ഗുരുതരമായുള്ള വീഴ്ച, അത് വഴിപാട് ഇനത്തിലാകട്ടെ, അതോടൊപ്പം തന്നെ മറ്റ് ഇടപാടുകളിലാകട്ടെ, മറ്റ് പ്രവർത്തനങ്ങളിലാകട്ടെ ഗുരുതരമായുള്ള വീഴ്ചകൾ വന്നിട്ടുണ്ട്, ക്രമക്കേടുകൾ വന്നിട്ടുണ്ട്. അത് അക്കമിട്ട് നിരത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നൊരവസ്ഥയാണ് വന്നിരിക്കുന്നത്. നിലവിൽ നിലയ്ക്കലെ പമ്പിലുള്ള 40 ലക്ഷം രൂപയുടെ ക്രമക്കേടിലാണ് ഹൈക്കോടതി ഈ ഒരു പരാമർശം വന്നിരുന്നത്. കഴിഞ്ഞ തവണയും ഈ വിഷയം പരിഗണിച്ച സമയത്ത് ഇത്തരത്തിൽ വഴിപാടുകളുടെ അടക്കമുള്ള രസീതുകൾ കൃത്യമല്ല, അത് കൃത്യമായി ഓഡിറ്റിന് വിധേയമാക്കാത്തത് എന്തുകൊണ്ടെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കേണ്ടി വന്നിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഓഡിറ്റിന് വൈമുഖ്യം കാണിക്കുന്നത്, എന്താണ് അതിൻ്റെ തടസ്സമായി നിൽക്കുന്നതെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചെങ്കിലും അതിന് കൃത്യമായ ഉത്തരം നൽകാൻ ഇവർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കൃത്യമായ ഓഡിറ്റ് നടക്കുന്നില്ല എന്ന് മാത്രമാണ്, രേഖകളൊന്നും തന്നെ കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദേവസ്വം ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഓഡിറ്റ് വിഭാഗവും ഒക്കെ തന്നെ നൽകുന്നത്. എന്തായാലും സമഗ്രമായ ഒരു ഓഡിറ്റ് വേണമെന്നുള്ള ഒരു ആവശ്യം കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്, ഒരു കാരണവശാലും ദേവസ്വം ബോർഡിനല്ല ഈ ഭക്തർ നൽകുന്ന പണമൊക്കെയും അവരെ വിശ്വസിച്ചുകൊണ്ടല്ല, ഭഗവാന് കൊടുക്കുന്ന പണമാണ്, അവർക്ക് കാണിക്കയായി നൽകുന്ന പണമാണ്. അത് എടുത്ത് വിനിയോഗിക്കുന്ന കാര്യത്തിലൊക്കെ കൃത്യമായ ശ്രദ്ധ വേണം. അത് ഇത്തരത്തിലുള്ള ക്രമക്കേടിലേക്കൊന്നും പോകരുതെന്നുള്ള കൃത്യമായ താക്കീത് നൽകുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, ഭഗവാനോടായിരിക്കണം ദേവസ്വം ബോർഡിന്, അത് ഭഗവാനോടെങ്കിലും ദേവസ്വം ബോർഡ് കടപ്പാട് കാണിക്കണമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും അല്പസമയങ്ങൾക്ക് മുമ്പ് വന്നിരിക്കുന്നത്. ശരി.